ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, പുതിയ വർഷം പുതിയ ലുക്ക്. സോ എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹോപ്പ് ദിസ് ന്യൂ ഇയർ ബ്രിങ്സ് ഓൾ ഹാപ്പിനെസ് ആൻഡ് ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ട് എവറി വൺ ഇൻ ദിസ് പെർട്ടിക്കുലർ ഇയർ വിത്തൗട്ട് എനി പ്രോബ്ലംസ് ആൻഡ് സ്റ്റെപ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമ്മൾ പുതിയൊരു ലുക്കിൽ പുതിയ വർഷത്തിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പക്ഷേ ഒരു സങ്കടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തിരിച്ച് V8 പോകേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മണിക്ക് ട്രെയിൻ ഉണ്ട്. പക്ഷേ 2 മണിയുടെ ട്രെയിൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ട്രെയിൻ ജേണിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഓഫ് 2 റീസൺസ്. റീസൺ നമ്പർ 1, നമ്മൾ ട്രെയിൻ കയറുന്നത് അങ്കമാലിയിൽ നിന്നല്ല, ആലുവയിൽ നിന്നാണ്. കാരണം നമുക്ക് അങ്കമാലിയിൽ നിന്ന് പോകാനുള്ള ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ല. ഈ 1-ാം തീയതി ആയതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ട്. സോ നമുക്ക് ആലുവയിൽ നിന്നുള്ള ട്രെയിനിനാണ് ടിക്കറ്റ് കിട്ടിയത്. സോ നമുക്ക് 2 മണിക്ക് അവിടെ നിന്നാണ് നമുക്ക് ട്രെയിനുള്ളത്. പിന്നെ റീസൺ നമ്പർ 2, ഞാൻ ഇതുവരെ തനിയാണ് ഇൻഡിവിജ്വലായിട്ടാണ് ട്രെയിൻ യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ കൂടെ വേറെ കുറച്ച് പേരും കൂടി ഉണ്ട്. സോ നമ്മൾ ഇവിടെ എറണാകുളത്തെ എല്ലാ ഗ്രീൻസിലുണ്ടായിരുന്ന ഗേൾസ് എല്ലാവരും തന്നെ എൻ്റെ കൂടെ, അവർ എറണാകുളത്ത് നിന്ന് കയറും, ഞാൻ അതിന് ശേഷം ആലുവയിൽ നിന്നും കയറും. സോ അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പായിട്ടുള്ള ട്രെയിൻ ജേർണി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. കാരണം ലൈക്ക് നോർമലി നമ്മളന്ന് ടൂർ പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ നിന്നും വെല്ലൂരിലേക്ക് ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഒക്കെ മിക്കതും ട്രാവൽ ചെയ്തേക്കുന്നത് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കൂടി പോയാലെങ്കിലും ഒരാളൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് റീസൺസ് ട്രെയിൻ ജേർണി ഡിഫറെൻ്റ് ആവാനായിട്ടുള്ളത്. സോ എന്തായാലും പോണ വഴി കാണിച്ചു തരാം. പിന്നെ പോകാനായിട്ട് ഇവിടുന്ന് ആലുവയിലേക്ക് പോകണം. സോ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. സോ ഗൈസ്, ഈ സമയമായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോച്ചേട്ടനെ പിടിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അതായത് അങ്ങനെ ടിക്കറ്റും എടുത്തിട്ടുണ്ട്. അങ്കമാലി ടു ആലുവ വരെയുള്ള ടിക്കറ്റ് എടുത്തിട്ട് അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. നല്ല പോസ്റ്റാണ്, വണ്ടി ലേറ്റും ആയിട്ടുണ്ട്, കാരണം വെയിറ്റ് ചെയ്യണം. സോ ഗൈസ്, നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്തായാലും ട്രെയിൻ കയറട്ടെ. അങ്ങനെ അതേ നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ട് ഗൈസ്. ആലുവയിലേക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതേ നമ്മൾ ആലുവ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ അതേ നമ്മുടെ അടുത്ത ട്രെയിനും വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്തായാലും കയറട്ടെ. നമ്മളിപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. സോ ട്രെയിൻ കയറിയിട്ട് അവരവിടെ ഇരിപ്പുണ്ട്. മാസ്ക് ഇട്ടേക്കണാണ് ഇങ്ങനെ അവർ കണ്ടിട്ടില്ല. സോ എന്തായാലും നമുക്ക് പോയി റിയാക്ഷൻ ചെയ്യാം. അതെ അതെ സിംഗപ്പൂർ വ്ളോഗ്സ് ഒക്കെ നിങ്ങൾ കണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നതല്ല, ഞങ്ങളുടെ മോന്തകളൊക്കെ ആയിരിക്കും. 5-6 വ്ളോഗ് നമ്മളായിരിക്കും. 5-6 വ്ളോഗല്ല, ഇനിയുള്ള വ്ളോഗ് മൊത്തം ഞങ്ങളായിരിക്കും. കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്മസ് ന്യൂ ഇയർ എങ്ങനെയുണ്ടായിരുന്നു? കമന്റ് ഇടുന്നുണ്ടോ? അതെ അതെ, ഇനി സർപ്രൈസ് ആണ് ഞാൻ. ജലദോഷമുണ്ട്. എന്നെ കാണിച്ചു. അത് വേറെ ആളായി പോയി. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അബി തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അബിക്ക് നമുക്ക് ഇങ്ങനെ എടുത്ത് കണ്ടിട്ടില്ല. ഞാൻ പുറത്തിറങ്ങിയ ശേഷമാണ് അബി വന്നേക്കണേ. സോ എന്തായാലും പോയി കാണിച്ചിട്ട് അവൻ്റെ റിയാക്ഷനും കൂടി എടുക്കാം. അപ്പോൾ ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ വീഡിയോ പ്ലേ വ്ളോഗ് വരുന്നവരെല്ലാവർക്കും ബൈ.